ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഈ ഒരു വീഡിയോ എന്ന് പറയണത് കുറച്ചൊരു സെൻറ്റിമെൻ്റലാണ്. എന്നെ സംബന്ധിച്ച് ഭയങ്കര സെൻറ്റിമെൻ്റലായിട്ടുള്ളൊരു വീഡിയോ. എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഒരു സ്പെഷ്യലായിട്ടൊരു വ്യക്തി ഉണ്ടാവും. ഒരല്ല, കുറച്ച് പേരൊക്കെ ഉണ്ടാവും അല്ലേ? നമ്മുടെ ഡാഡി, മമ്മി, നമ്മുടെ സിബ്ലിങ്സ് ഒക്കെ. പക്ഷേ അതിനേക്കാളും കൂടുതൽ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തതും അവർ മരിച്ചാൽ പോലും നമുക്ക് മറക്കാൻ പറ്റാത്തതും നമ്മളെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചിരുന്നതും നമ്മൾ ഭയങ്കരമായിട്ട് സ്നേഹിച്ചിരുന്നതായിട്ടുള്ള നമുക്ക് വാക്കുകളെ കൊണ്ടും ഒന്നിനെ കൊണ്ടും നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്ത ഒരാൾ നമ്മുടെ ലൈഫിലുണ്ടാവും. അങ്ങനെ ഒരാളാണ് എൻ്റെ അമ്മാമ്മ. റോസി എന്ന പേര്. എൻ്റെ ഡാഡിയുടെ അമ്മയാണ് കേട്ടോ. എൻ്റെ പള്ളിയിലിട്ട പേരും റോസീന. അമ്മാമ്മയുടെ പേരാണ് എനിക്ക് ഇട്ടത്. ഞങ്ങൾ അമ്മാമ്മയ്ക്ക് 8 മക്കളാണ്, 3 ആണും 5 പെണ്ണും. ഈ 8 മക്കളുടെ ഇരട്ടി പേരക്കുട്ടികളും ഉണ്ട്. ഞങ്ങൾ ഈ മക്കൾക്കും മരുമക്കൾക്കും ഈ പേരക്കുട്ടികൾക്കും ഒക്കെ അമ്മാമ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. അമ്മാമ്മയുടെ അടുത്ത് അമ്മാമ്മനെ പറ്റിയിട്ട് ഈ ഒരു ഷോർട്ട് വീഡിയോയിലൊന്നും തികയത്തൊന്നുമില്ല പറഞ്ഞു തീരാനായിട്ട്. എന്നാലും എന്തോ എനിക്ക് അമ്മാമ്മനെ പറ്റി പറയാൻ തോന്നി. ഞങ്ങളുടെ ഒരു കുഞ്ഞു മാലാഖയെ പോലെ അമ്മാമ്മ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചിരുന്ന നമ്മുടെ വിഷമങ്ങളും നമ്മുടെ സന്തോഷങ്ങളും ഒക്കെ നമുക്ക് എന്ത് വേണമെങ്കിലും അമ്മാമ്മയുടെ അടുത്ത് ഷെയർ ചെയ്യാം. 80 വയസ്സ് കഴിഞ്ഞിട്ടും അസലായിട്ട് പേപ്പർ വായിച്ചിരുന്നു. അമ്മാമ്മയ്ക്ക് എല്ലാത്തിനും പറ്റിയിട്ട് നല്ല നോളജായിരുന്നു. അമ്മാമ്മ മരിച്ചു എന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം എപ്പോഴും അമ്മാമ്മ കൂടെ ഉണ്ടെന്നാണ് വിശ്വാസം. പിന്നെ എൻ്റെ ഡാഡി, ഞാൻ കണ്ടിരിക്കുന്നത് കേട്ടോ, ഡാഡി കുറച്ചൊന്ന് സെൻറ്റിമെൻ്റലായതാണ്. എൻ്റെ ഡാഡി ആദ്യമായിട്ട് കരഞ്ഞതും അവസാനമായിട്ട് കരഞ്ഞതും ഞാൻ കണ്ടത് എൻ്റെ അമ്മാമ്മ മരിച്ചപ്പോഴാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര അത്രയ്ക്കും ഇഷ്ടമുള്ള ഒരാളായിരുന്നു അമ്മാമ്മ എന്ന് പറയുന്നത്. ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ധൈര്യമായിരുന്നു ശരിക്കും അമ്മാമ്മ. കാരണം നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അമ്മാമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ശരിയാവുന്നതായിരുന്നു നമ്മുടെ ഒരു വിശ്വാസം. അതങ്ങനെ തന്നെയുമാണ്. എന്താ പറയുക, ഒന്നും പറയാനില്ല. അമ്മാമ്മ എനിക്ക് എൻ്റെ ഹോളി കമ്മ്യൂണിൻ്റെ സമയത്ത് അമ്മാമ്മയുടെ ഒരു ഗോൾഡ് റിങ് തന്നു. അന്ന് അമ്മാമ്മ പറഞ്ഞത്, എൻ്റെ കല്യാണം ആകുമ്പോൾ ഞാൻ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയത്തില്ല, അപ്പോൾ റോസ്മിൻ ഒരു ഗിഫ്റ്റായിട്ട് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. അതിപ്പോഴും ഞാൻ ഭയങ്കര അടിപൊളിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. കാരണം അമ്മാമ്മയുടെ വലിയൊരു ഓർമ്മയാണ്. അതിനേക്കാളും വലിയൊരു ഓർമ്മയാണ് ഇത്, അമ്മാമ്മയുടെ കൊന്ത. 16 വർഷമായിട്ട് എൻ്റെ കൂടെയുള്ള ഒരാളാണത്. എവിടെ പോയാലും എൻ്റെ എല്ലാ യാത്രകളിലും എൻ്റെ ഒപ്പം എപ്പോഴും ഈ കൊന്ത എൻ്റെ കൂടെ ഉണ്ടാവും. അമ്മാമ്മ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറഞ്ഞില്ലേ, അതേപോലെ എനിക്ക് അമ്മാമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് തോന്നിക്കുന്ന ഒരാളാണ് ഈ കൊന്ത. ഇതുണ്ടെങ്കിൽ എനിക്ക് എന്തിനെ നേരിടാം എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അത്രയേ ഉള്ളൂ. ബൈ.